KSRTC തിരിച്ചെടുത്തിട്ടില്ല. ഇത്രയും തോന്നിയാസം കാണിച്ച മേയർ MLA ഇപ്പൊ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. അപ്പം അതിനൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ KSRTC ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മോന്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മേയർ ഇപ്പൊ യഥേഷ്ടം ജോലി ചെയ്തു, ഇപ്പൊ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ ആംഗ്യം പറഞ്ഞില്ലേ, അപ്പൊ ആംഗ്യം പറയുമ്പോഴത്തേക്ക് എനിക്കും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാനും. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിരുന്നു ഡ്രൈവർ യദുവിനെതിരെയുള്ള അതിക്രമം. നമുക്കറിയാം, റോഡിന് സൈഡ് കൊടുത്തില്ല എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് KSRTC ഡ്രൈവർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളടക്കം നടത്തിയെന്ന വിഷയമാണ് അന്ന് ഉയർന്നു കേട്ടത്. വലിയ രീതിയിൽ അന്ന് മേയർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും ഒക്കെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. മേയർ ആയതുകൊണ്ട്, മേയറിന്റെ ഒപ്പം മേയറുടെ ബന്ധുക്കളടക്കം ഉള്ളതുകൊണ്ട് KSRTC ബസ് സൈഡ് കൊടുത്തില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് ഡ്രൈവർക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഒരു സാധാരണക്കാരനായിട്ടും അതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ യദു അന്ന് തയ്യാറെടുത്തു. പക്ഷെ ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരികയാണ്. റിപ്പോർട്ടിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെ ഭർത്താവ് രണ്ടുപേരെ കുറ്റവിമുക്തരാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചത്? ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഇന്നൊരു കേസ്, നമ്മുടെ ഒരു പ്രൈവറ്റ് കേസ് കൊടുത്തേക്കാണ്. 6 പ്രതികൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ശനിയാഴ്ച വിളിക്കും. 6ാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. 1ാം പ്രതി മേയർ, 2ാം പ്രതി സച്ചിൻ ദേവ്, 3ാം പ്രതി അരവിന്ദ്, അത് നന്ദു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 5ാം പ്രതി എന്ന് പറഞ്ഞത് 4ാം പ്രതി ആര്യയും, 5ാം പ്രതി നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു രാജീവ് എന്ന് പറഞ്ഞ പയ്യനാണ്. അത് പേര് കിട്ടി, പോലീസ് അത് കണ്ടെത്തിയ. അത് മാത്രമാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ള പോലീസ്. ഇതിപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേയറിന്റെ സഹോദരനെ മാത്രമാണ്. അന്ന് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഇയാളെന്ന്? അന്ന് ഇയാളെ ഉണ്ടായിരുന്നല്ല, ഇയാളല്ലേ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ സീബ്ര ക്രോസിൽ കൊണ്ടിട്ടിട്ട് നിന്റെ തന്തയുടെ വകയ ചീത്തയൊക്കെ വിളിച്ചത്. ഷട്ടി കയറി പിടിച്ചു, കയ്യിൽ പിടിച്ചു വലിച്ചു, വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇയാളാണ് ഭൂരിഭാഗം കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കിയതും. ഇദ്ദേഹവും MLA കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതും കൂടുതലും. പിന്നീട് മേയറാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വിഷയം ഉണ്ടാക്കിയത് അറിഞ്ഞൂടാന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത്രയും മാത്രം ആയത്. മേയറാണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഹാർഡ് ഡിസ്ക് കാണുന്നപ്പോൾ അതിനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? മെമ്മറി കാർഡ് പരാതി കൊടുത്തതിന്റെ അവസ്ഥകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പോലീസുകാരാണ് അന്വേഷിക്കേണ്ടത്, ഞാനല്ല അന്വേഷിക്കേണ്ടത്. പോലീസുകാർ അന്വേഷിക്കാതെ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇവർ രണ്ടുപേരെയും കുറ്റമുക്തരാക്കിയതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? എല്ലാത്തിനും നടപടി ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നടപടി, നമ്മളെല്ലാത്തിനും കേസുപരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഒഴിവാക്കൂല. ഇവര് 5 പ്രതികളുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ 6 പ്രതികളുണ്ടെങ്കിൽ 6 പ്രതികളെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. KSRTCക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTCക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, KSRTCക്ക് അല്ല നമ്മൾ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്നത്തെ നമുക്ക് കേസിന് ഒത്തിരി പൈസയായല്ലോ. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെന്റിനുമാണ് നമ്മൾ അന്ന് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതൽ വയ്ക്കാത്ത എന്തെന്ന് നിങ്ങൾ ചോദിക്കും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിന്റെ പകുതി ബോണ്ട് വെക്കേണ്ടി വരും. അതിന് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് 1 ലക്ഷം. അല്ലെങ്കിൽ ഞാൻ 1 കോടിയും 2 കോടിയൊക്കെ വെച്ചാണ്. പക്ഷെ എൻ്റെ കയ്യിലില്ല. നമ്മൾ സാധാരണ ഇവിടെ ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത്. KSRTC തിരിച്ചെടുത്തിട്ടില്ല. ഇത്രയും തോന്നിയാസം കാണിച്ച മേയർ MLA ഇപ്പൊ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. അപ്പം അതിനൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ KSRTC ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ BJP കാരനെന്ന് പറഞ്ഞു. ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ CIT യൂണിയനിലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലങ്ങളിൽ പൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷം തന്നിട്ടുണ്ട് BJP കാരൻ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു പാർട്ടി ഇല്ല. ഇപ്പൊ ജീവിതം ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി, അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ്. മോന്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മേയർ ഇപ്പൊ യഥേഷ്ടം ജോലി ചെയ്തു, ഇപ്പൊ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്.
ഈ ഇപ്പൊ ആംഗ്യം പറഞ്ഞില്ലേ, അപ്പൊ ആംഗ്യം പറയുമ്പോഴത്തേക്ക് എനിക്കും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാനും. അപ്പൊ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഇതില് പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു ഈ മേയർ ഉന്നയിച്ചത്. അപ്പം ഞാന് ഈ ആംഗ്യം കാണിച്ചെന്ന് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങള് ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ അധിക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട്. ഇവൻ ആംഗ്യം കാണിക്കുന്നവനാണ്, ഇവൻ പെണ്ണുങ്ങളെ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഈ മാനവും നാണവും ഇല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ആവശ്യത്തിന് വേണം, എല്ലാവർക്കും വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യേ ബാക്കിയുള്ളവരുടെ പേര്. അപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കണ്ടോ? കേസിന്റെ വല്ല ഡീറ്റെയിൽ അറിയില്ല സാറ് പറയും. തുടക്കം മുതൽ തന്നെ കേസ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത അല്ലെങ്കിൽ പരാതി കൊടുത്ത അന്ന് രാത്രി തന്നെ ഇത് കൊടുത്ത കംപ്ലൈന്റ് പുറത്ത് കേസ് എടുത്തിട്ടില്ല. പിന്നെയാണ് നമുക്ക് കോടതിയെ സമീപിച്ച് എഫ്ഐആർ എടുപ്പിക്കേണ്ടി വന്നത്. ആ സമയത്ത് നമുക്ക് അറിയാം ഈ പറയുന്ന കേസിന്റെ അന്വേഷണം ഏതുവരെ പോകും, എങ്ങനെയൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അന്ന് തന്നെ പറയാം. അന്നത്തെ എൻ്റെ പഴയ ചാനലുകളിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം എന്ത് സംഭവിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു 5 പേര് സഞ്ചരിച്ച കാറിനകത്ത് നടന്ന ഒരു ഒഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി 4 പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്വകാര്യ അന്യായം കോടതി മുഖാന്തരം ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി ഫയലിൽ സ്വീകരിച്ചു. 6 പേരാണ് ഇപ്പോൾ പ്രതി. അതിനകത്ത് 6ാം പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്നത് ബസ്സിന്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറാണ്. അതിന് കാരണം 10:30 ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ബസ്സിന്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആള് കണ്ടക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിന്റെ നഷ്ടം അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഈ പറയുന്ന കണ്ടക്ടർക്കുണ്ടാവും. തമ്പാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ജൂൺ 1 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു അന്വേഷണവും അതിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മേയർ വാദിയായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതിലും അന്വേഷണം പ്രോപ്പറായിട്ട് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ധൃതി പിടിച്ച് അവരെ സർവീസിൽ നിന്നും കുറയുന്നതിന് അല്ലെങ്കിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ അവരെയും അവരുടെ ഭർത്താവിനെയും സഹോദരന്റെ ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം ഫയൽ ചെയ്തത് ഇത് വെറും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. അത് നമ്മൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലാണ് KSRTC ബസ് തടഞ്ഞ് മേയർ ഡ്രൈവർ തർക്കം ഉണ്ടാകുന്നത്. മേയറുടെ ഒപ്പം തന്നെ മേയറുടെ ബന്ധുക്കൾ അടക്കം ഉണ്ടായിരുന്നു. ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നതും യദു അശ്ലീല ആംഗ്യം കാട്ടിയെന്ന് ആരോപിച്ച് പിന്നീട് CPM നേതാക്കളായിട്ടുള്ള ദമ്പതികൾ രംഗത്തേക്ക് വരുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLA, അതുപോലെ തന്നെ സഹോദരൻ എന്നിവരായിരുന്നു ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ യദു പോലീസിൽ ഈ ഒരു അതിക്രമത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് പരാതി നൽകുകയായിരുന്നു. ഈ പരാതി കൊടുത്തപ്പോൾ മേയർ ഇവർക്കെതിരെ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് KSRTC ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് മേയർക്കെതിരെ ഒരു മോശമായിട്ടുള്ള ചേഷ്ട കാണിച്ചു എന്നുള്ളതായിരുന്നു. അത് വാഹനത്തിന്റെ കണ്ണാടിയിലൂടെ അല്ലെങ്കിൽ മിററിലൂടെ കണ്ടു എന്നതൊക്കെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ആ ഒരു പ്രശ്നമുണ്ടായ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും മേയർ അടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രശ്നത്തിൽ ആക്രോശിച്ചു നിൽക്കുന്ന സാഹചര്യമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് തെളിവുകളുടെ അഭാവം എന്ന് തന്നെ പറയേണ്ടുന്ന ഒരു കേസായിട്ട് ഇത് മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു കേസിലെ പ്രധാനികൾ എന്ന് പറഞ്ഞിരുന്ന മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഈ കേസിൽ കുറ്റവാളികളെയല്ല അല്ലെങ്കിൽ പ്രശ്നക്കാരെയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു പരാമർശം അല്ലെങ്കിൽ കുറ്റപത്രം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപട്ടികയിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെയും മേയറുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLAയുടെയും പേര് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേയറുടെ ബന്ധു അല്ലെങ്കിൽ സഹോദരനെയാണ് ഇതിൽ പ്രധാന പ്രതിയായിട്ട് ഉൾപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് സ്വന്തം സഹോദരനെ കൈവിട്ടു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും തന്റെ കുഞ്ഞിന് കൃത്യമായിട്ട് ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരൊറ്റ ധാർഷ്ട്യം കൊണ്ടാണെന്നും ജോലി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിട്ടു എന്നുമൊക്കെയാണ് യദു ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ യദുവിന്റെ പ്രതികരണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വിവാദം വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്.